What if I told you the next 40 years of Malayalam cinema will be wilder than anything we have ever seen? AI, VR, robots, and maybe even a robotic version of Mammootty and Mohanlal. കേൾക്കുമ്പോൾ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് സ്കേറി, പക്ഷെ അതിൻ്റെ കൂടെ എക്സൈറ്റ്മെൻറ്റും വരുന്നുണ്ടല്ലേ. വെൽക്കം ടു മോളിവുഡ് പൾപ്പ്. ലെറ്റ്സ് ഡിസ്കസ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ ആൻഡ് മോളിവുഡ്. ഏകദേശം ഒരു നൂറ്റാണ്ടിനടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ 97 വർഷങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യ മലയാള സിനിമയും ഇപ്പോൾ നമ്മളെത്തി നിൽക്കുന്ന ഈ ഫേസും തമ്മിലുള്ള കാലയളവാണ്. 1928 വിഗതകുമാരൻ എന്ന ആദ്യ മലയാള സിനിമയിൽ നിന്നും ടോക്കിയോ ഫിലിംസ്, അതിൽ നിന്നും കളർ ഫിലിംസ്, അങ്ങനെ ഇപ്പോൾ 4K ക്രിസ്പ് വിഷ്വലിലേക്ക് എത്തി നിൽക്കുകയാണ് മലയാള സിനിമ. പക്ഷേ ഇനി 2075 നമ്മൾ സിനിമകൾ കാണുക മാത്രമല്ലെങ്കിലോ, വി മൈറ്റ് ബി എക്സ്പീരിയൻസിങ് ദം ഡയറക്ട്ലി ഇൻ അവർ ബ്രെയിൻസ്. അതായത് എൻ്റെ ഫസ്റ്റ് ടോപ്പിക് BCI അല്ലെങ്കിൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന ടെക്നോളജിയെ കുറിച്ചാണ്. ന്യൂറൽ ഇംപ്ലാന്റ്സ് ആൻഡ് ന്യൂറോ സിനിമ എന്നീ ടെക്നോളജികളുടെ അണ്ടറിൽ ഇപ്പോഴും BCIയെ കുറിച്ച് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ഇതിപ്പോൾ കൂടുതലും ഡിസേബിൾ ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഇടയിലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് സ്പൈനൽ ഇഞ്ചുറി ഒക്കെ വന്നവർക്കായിട്ട് അവർക്ക് ബ്രെയിനിൽ നിന്നും ബോഡിയിലേക്കുള്ള കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടാവുമല്ലോ, അത് തിരിച്ചു പിടിക്കാനാണ് അതിനുവേണ്ടിയാണ് ഈ പരീക്ഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ടെക്നോളജികൾ വെച്ച് നിങ്ങളൊരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ ഒരിക്കലും ഒരു തിയേറ്ററിലായിരിക്കില്ല, അവിടെ പ്രൊജക്ടറോ സ്ക്രീനോ ഒന്നുമില്ല. നിങ്ങൾ ശരിക്കും ആ സിനിമക്കകത്താണ്. എക്സ്പ്ലോഷൻസ് കാണുന്നു, അതിൻ്റെ ചൂട് നിങ്ങൾക്ക് കിട്ടുന്നു. ഫീലിംഗ് ദ ഹാർട്ട് ബ്രേക്ക്. ഒരു ക്യാരക്ടറിന്റെ ഹാർട്ട് ബ്രേക്ക് കാണുന്നതിന് പകരം നമ്മളാണ് ആ ക്യാരക്ടർ, നമുക്കാണ് ഹാർട്ട് ബ്രേക്ക് വരുന്നത്. അങ്ങനെ എല്ലാ ഇമോഷൻസും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, ശരിക്കുമുള്ളൊരു മെമ്മറി പോലെ തന്നെ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ന്യൂറൽ സിനിമ. ഇതിന്റെ ഐഡിയ സിമ്പിളാണ്. ഒരു സിനിമ കാണുന്നതിന് പകരം നിങ്ങളുടെ ബ്രെയിനിന് സിഗ്നൽസ് ഡയറക്റ്റ്ലി കിട്ടും. സൗണ്ട്, ഇമേജ്, ഇമോഷൻസ്, ഈവൻ സെൻസേഷൻസ് വരെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, മഞ്ഞുമൽ ബോയ്സിൽ ശ്രീനാഥ് വാസി വീഴുന്ന സീന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ സീൻ ഒരു ന്യൂറൽ സിനിമയിലാവുകയാണെങ്കിൽ നിങ്ങളാണ് നടക്കുന്നത് ആ ഗുഹയ്ക്കുള്ളിൽ. പെട്ടെന്ന് നിങ്ങൾ മുന്നിൽ കുഴിയുണ്ടെന്ന് അറിയാതെ കാല് മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ ആ ഇരുണ്ട കുഴിക്കുള്ളിലേക്ക് നിങ്ങൾ വീഴുന്നു. കുഴിക്കകത്തുള്ള തണുപ്പും അതിന് താഴേക്ക് നിങ്ങൾ പറന്നു പോകുമ്പോഴുള്ള കാറ്റൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ വവ്വാലുകൾ താഴെ നിന്നും മേലേക്ക് പറക്കുന്നത് കണ്ട് നിങ്ങൾ പേടിക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ മറ്റുള്ള കല്ലുകൾ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ആ നിലത്തേക്ക് വീണ് കിടക്കുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ലൈക്ക് എ VR ഗെയിം. ഇറ്റ് സൗണ്ട്സ് സ്കാരി അല്ലേ, ബട്ട് ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ. പക്ഷേ ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചാൽ മേ ബി ട്രോമാസ്, ഈവൻ ഫേക്ക് മെമ്മറീസ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ കോൺസ് എല്ലാം ഈ ടെക്നോളജി പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും ഡെവലപ്പേഴ്സ് മറികടക്കുമായിരിക്കുമല്ലോ. ഹോളിവുഡ് സിനിമയിൽ ഈ ഒരു ടെക്നോളജി ഒരു ഫുൾ ലെങ്ത് സിനിമയായി വരുന്നത് 2050 2070 കാലഘട്ടത്തിനുള്ളിലാണെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നൊരു 10 വർഷം കൊണ്ട് തന്നെ നമുക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. എലോൺ മസ്ക് അവരുടെ ന്യൂറാലിങ്കിനെ കുറിച്ച് 2021 ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: In the future you will be able to save and replay memories. നിങ്ങൾക്ക് മെമ്മറീസ് സേവ് ചെയ്യാനും പറ്റും, റീപ്ലേ ചെയ്യാനും പറ്റും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കുറേ കാലത്തെ ആഗ്രഹത്തിന് ശേഷം കാശ്മീരിലേക്ക് പോയി. കാശ്മീരിൽ പോയി അവിടുത്തെ മഞ്ഞും അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പോകണമെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങളുടെ ഈ പൈസ ഇല്ല. അപ്പം നിങ്ങൾ അന്ന് പോയ ആ മെമ്മറി, ആ എക്സ്പീരിയൻസ് തന്നെ ഡൗൺലോഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഒരു മെമ്മറി റീപ്ലേ ചെയ്യുക. നിങ്ങളവിടെ പോവാതെ തന്നെ ആ എക്സ്പീരിയൻസ് പിന്നെയും അനുഭവിക്കുകയാണ്. നിങ്ങൾ ഒരു വട്ടം പോയത് ഡൗൺലോഡ് ചെയ്തത് കാരണം. ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ മെമ്മറീസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയൂ. ആൻഡ് ഈ ചിപ്പ് ഇപ്പോൾ 3ാമത്തെ പേഷ്യൻറ്റിലും ഇൻസ്റ്റാളേഷൻ നടത്തിയ എക്സ്പെരിമെൻ്റ് ഓൺ ഗോയിങ് ആണ്. ലെറ്റ്സ് സീ ഇതെല്ലാം എവിടേക്കാണ് പോകുന്നത് എന്ന്. മേ ബി ഇറ്റ്സ് ജസ്റ്റ് അനദർ വേ ദാറ്റ് യങ്സ്റ്റേഴ്സ് ഡു ടു എസ്കേപ്പ് ദ റിയാലിറ്റി. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പോയിന്റാണ് 360 ഡിഗ്രി വ്യൂവും 4D എക്സ്പീരിയൻസും. അത് പക്ഷേ തിയേറ്ററിക്കൽ സൈഡാണ്, വിച്ച് മീൻസ് വിഷ്വൽസ് 3D തന്നെ ആയിരിക്കും, ബട്ട് വി ക്യാൻ ഫീൽ ദ ഫിസിക്കൽ എഫക്ട്സ് ഇൻസൈഡ് ദ തിയേറ്റർ. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 3 എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് വൺ മോഷൻ സീറ്റ്സ് ആണ്. അതായത് നമ്മളിരിക്കുന്ന സീറ്റ്സ് വൈബ്രേറ്റ് ചെയ്യും, മൂവ് ചെയ്യും, ഷെയ്ക്ക് ചെയ്യും. ഇപ്പോൾ ഒരു ആക്ഷൻ സീനിലൊക്കെ ഒരു ഇടി കിട്ടുമ്പോൾ നമ്മുടെ സീറ്റ് തന്നെ ഷെയ്ക്ക് ആവും. ഇപ്പോൾ സിനിമയുടെ ഒരു കാർ ചേസ് സീനാണ് കാണിക്കുന്നതെങ്കിൽ ആ കാറിൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് നിങ്ങളുടെ സീറ്റ് മൂവ് ചെയ്യും. പിന്നെ സീൻ എഫക്ട്സും എൻവയോൺമെന്റൽ എഫക്ട്സും. ഓരോ സീനിനനുസരിച്ച് അതിന്റെ ഫ്രാഗ്രൻസ് റിലീസ് ചെയ്യുന്നത്, ഫുഡ്, ഫ്ലവേഴ്സ് എക്സെട്ര, അതൊക്കെയാണ് സീൻ എഫക്ട്സ്. എൻവയോൺമെന്റൽ എഫക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയിൽ മഴ പെയ്യുമ്പോൾ തിയേറ്ററിൽ ആർട്ടിഫിഷ്യലായിട്ട് മിസ്റ്റ് ഫീൽ ചെയ്യും. ഇങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ പ്രേക്ഷകരുടെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നവരെ 4D എക്സ്പീരിയൻസിൽ ഉൾപ്പെട്ടതാണ്. 4D എക്സ്പീരിയൻസ് ഇപ്പോഴും ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഫ്യൂച്ചറിൽ ഇറ്റ് വിൽ ബിക്കം നോർമൽ. ഇപ്പം നല്ല ലിമിറ്റഡ് ആണെന്നേ ഉള്ളൂ.
ആൻഡ് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. ഇത് വെറും ഒരു ഫസ്റ്റ് എപ്പിസോഡാണ്. ഇങ്ങനെയുള്ള ടെക്നോളജിയും ഫ്യൂച്ചറിലും മലയാള സിനിമയെയും കണക്ട് ചെയ്തുകൊണ്ട് ഈ സീരീസിൽ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാം. ഇതുപോലത്തെ ക്വാളിറ്റി കണ്ടൻസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.